അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ആൽപ്സ് മൗണ്ടൻസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ മുഴുവനും മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇറ്റ്സ് റിയലി റിയലി നൈസ് ടു സീ. ഇനി അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് ഫ്രം ഫ്രാൻസ്. ഞങ്ങൾ ജനീവയുടെയും ഫ്രാൻസിൻ്റെയും ബോർഡറിലുള്ള അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത്. നല്ല അക്കോമഡേഷനാണ്. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ് ഇവിടെ, അത്രയ്ക്ക് തണുപ്പൊന്നും ആയിട്ടില്ല. സോ ഹാവ് എ നൈസ് ഡേ. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ടൂർ അഗെയിൻ. ബൈ. സൂര്യച്ച് ഇന്ന് ടിറ്റ്ലിസ് എന്ന ആൽപ്സ് മൗണ്ടൻ്റെ ടോപ്പിലേക്ക് പോകാനുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഏരിയയാണ്. അങ്ങോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എക്സ്പേർട്ട് ഡ്രൈവർ വീണ്ടും എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. വേൾഡ് വൈഡ് ഡ്രൈവർ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നല്ല സീനിക് നല്ല വ്യൂ ആണ്. ഞങ്ങൾ ഈ റോഡ് തിരഞ്ഞെടുത്തത് ഇതൊക്കെ കണ്ടു പോകാൻ വേണ്ടിയിട്ടാണ്. ചുറ്റും നല്ല വ്യൂ ആണ്. ഇംഗ്ലണ്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ സ്കോട്ട്ലൻഡിലേക്ക് പോകുന്ന പോലെ ഒരു വ്യൂ ആണ്. പിന്നെ ഇവിടെ ഇടയ്ക്ക് തടാകങ്ങളൊക്കെ കാണാനുണ്ട്, നല്ല ഭംഗിയുള്ള. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളോട് ചെന്നിട്ട് പറയാം കേട്ടോ. മുകളിൽ ആൽപ്സ് പർവ്വതത്തിൽ മേഘം വന്ന് തലോടി അവരെ മെങ്കിളി അത് ഇരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. അതുപോലെ നാല് ചുറ്റും നല്ല വ്യൂ ആണ്. ടിപ്പിക്കൽ സ്വിറ്റ്സർലൻഡ് വീടാണ് കാണുന്നത്. നല്ല ഭംഗി. ആ കാണുന്നതാണ് ആൽപ്സ് പർവ്വതനിരകൾ. ഞങ്ങൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. മഞ്ഞ് മൂടി കിടക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അങ്ങനെ ആഗ്രഹം പോലെ ടിറ്റ്ലിയിലെത്തി. സ്വിറ്റ്സർലൻഡിൻ്റെ ആൽപ്സ് പർവ്വതനിരകളിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കയ്യെത്തുന്നിടത്ത് ആൽപ്സ് പർവ്വതനിരകളിൽ എത്തിക്കഴിഞ്ഞു. വാ, സീനറി എല്ലായിടത്തും നല്ല ഭംഗിയാണ്. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകളും വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്തു. അപ്പം ഞങ്ങൾ ടിറ്റ്ലി എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിലെ ആ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ കാർ ഇവിടെ പാർക്ക് ചെയ്തു. 1 hour ഫ്രീ ആണ്. 5 hours-ന് 5 pound ഉള്ളൂ ഓൾ ഡേ. കേബിൾ കാർ കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. അതാണ് ആൽപ്സ് പർവ്വതങ്ങൾ. അവിടെ എത്തി. നല്ല ബ്യൂട്ടിഫുൾ സീനാണ് കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഹാഫ് വേ എടുത്തിട്ടുള്ളൂ. ഇത് റോളർ കോസ്റ്റ് പോലെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ആൽപ്സ് കേബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 102 ഉച്ച കൂടുതലാണ്. നല്ല ഹൈറ്റിലാണ് പോകുന്നത്. തീരും പരിപാടി. ഓക്കെ ഓക്കെ, എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ. കേബിൾ കാറുകൾ അവിടെ നിന്ന് വരണുണ്ട്. അത്ര ഹൈറ്റിൽ പൈസ 102 CHF എന്ന് പറയും. 102 ഫ്രാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പൗണ്ട്, ഒരു ഫ്രാങ്ക്, ഓസ്ട്രിയൻ ഡോളർ $2 വരും. ഇന്ത്യൻ പൈസ പറയുകയാണെങ്കിൽ ഒരു ഫ്രാങ്ക്. നമ്മൾ റോപ്പ് കാറിൽ അവിടെ വരും. ഞങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ടോപ്പ് വരെ പോയില്ലായിരുന്നു. ഇവിടുന്ന് തുടങ്ങി നമുക്ക് വന്നാലും ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ സ്നോ ഉണ്ട്,
മിഡിലുള്ള പോയിൻ്റാണ് ഞങ്ങൾ എടുത്തത്. ഇവിടെ എപ്പോഴും മഞ്ഞ് വീണെടുക്കുന്ന ഒരു മലയാണ്. എപ്പോഴും ഇന്ന് വൈകുന്നേരം സ്നോ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങ് പോകുന്നു കേട്ടോ. ഇത് ഏത് സമയത്ത് വന്നാലും സ്നോ ആയിരിക്കും. പക്ഷേ സ്നോയിങ് ടൈമിൽ വന്നാൽ ഇങ്ങോട്ട് എൻട്രൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് കറക്റ്റ് സമയമാണ്. എപ്പോൾ വന്നാലും മഞ്ഞുകാലത്ത് വരാതിരിക്കാൻ നോക്കാം. നമ്മൾ റോപ്പ് കാറിൽ അവിടെ വരും. ഞങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ടോപ്പ് വരെ പോയില്ലായിരുന്നു. ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക് വന്നാലും ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ സ്നോ ഉണ്ട്. മിഡിലുള്ള പോയിൻ്റാണ് ഞങ്ങൾ എടുത്തത്. ഇവിടെ എപ്പോഴും മഞ്ഞ് വീണെടുക്കുന്ന ഒരു മലയാണ്. എപ്പോഴും ഇന്ന് വൈകുന്നേരം സ്നോ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങ് പോകുന്നു കേട്ടോ. ഇത് ഏത് സമയത്ത് വന്നാലും സ്നോ ആയിരിക്കും. പക്ഷേ സ്നോയിങ് ടൈമിൽ വന്നാൽ ഇങ്ങോട്ട് എൻട്രൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് കറക്റ്റ് സമയമാണ്. എപ്പോൾ വന്നാലും മഞ്ഞുകാലത്ത് വരാതിരിക്കാൻ നോക്കാം. ഹലോ, എല്ലാവർക്കും സ്വാഗതം അമ്മയുടെ അറിവുകളിലേക്ക്. ഇന്ന് ഞാനിവിടെ ആൽപ്സ് മൗണ്ടൻസിൽ വന്നിരിക്കുകയാണ്. എൻ്റെ ചുറ്റും കാണുന്നത് ആൽപ്സ് മൗണ്ടൻസിൽ വളരെ നയനാനന്ദനം, കണ്ണിന് വളരെയധികം ഇമ്പം നൽകുന്ന കാഴ്ചയാണ്. പക്ഷെ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് വിൻ്റർ ഡ്രസ്സെല്ലാം ഇട്ട് വരണം. ഒരു ഗ്ലൗസ് ഞങ്ങൾ കൊണ്ടുവരാൻ മറന്നു. ഗ്ലൗസ് ഭയങ്കര ആവശ്യമാണ്. കാരണം കയ്യിൽ നല്ല തണുപ്പാണ്. ഈ മഞ്ഞൊക്കെ ഇങ്ങനെ വാരി എടുക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇത് നിന്നേ പറ്റത്തുള്ളൂ. ഗ്ലൗസ് ഇടുന്നതാണ് നല്ല സ്മൂത്തായിട്ട് എടുക്കുന്ന സ്നോയാണ്. അത് ഐസ് ആയിട്ടില്ല. ഇറ്റ് ഈസ് വെരി നൈസ്. ഇത് എൻ്റെ ബാക്കിലേക്ക് കാണുന്നതാണ് ആൽപ്സ് മൗണ്ടൻസ്. ഇവിടേക്ക് ആ തടാകമുണ്ട് കേട്ടോ. കേബിൾ കാർ അവിടെ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് നടക്കാം. പീക്കിലോട്ട് ഇനി ഹൈറ്റിൽ പോവാം. അതിന് എക്സ്ട്രാ 62 പൗണ്ട് കൊടുക്കണം. ഇത് 38 പൗണ്ടാണ്. അപ്പോൾ വൺസ് ലൈഫ് ടൈം കണ്ടിരിക്കേണ്ട സ്ഥലമാണിത്. എല്ലാവരും ഇഫ് പോസിബിൾ കം ആൻഡ് എൻജോയ്. ഹാവ് എ നൈസ് ഡേ. സോ ബ്യൂട്ടിഫുൾ. ഇവിടെ നോക്ക്, ഇവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോയിട്ട് ചായ കുടിക്കാൻ പോകുന്നത്. 5 മിനിറ്റോടെ ഇരിക്കും. എന്നിട്ട് ഇവിടെ മഞ്ഞ് വീണ് തുടങ്ങി. ഞങ്ങളധികം വൈകാതെ താഴേക്ക് ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ റോപ്പ് കാർ നമുക്ക് പല പല പ്ലേസിൽ സ്റ്റോപ്പ് ചെയ്യുന്ന ടിക്കറ്റുകളുണ്ട്. അപ്പോൾ ഏറ്റവും ഹൈറ്റിലേക്ക് ഏറ്റവും പൈസ കൂടുതലാണ്. ഓക്കെ, ആൽപ്സ് മൗണ്ടൻ്റെ മുകളിലെത്തി. ആൽപ്സ് മൗണ്ടന് ഞാൻ തൊട്ടു. അവിടുത്തെ സ്നോ ആയിരുന്നു. ഓ, അങ്ങനെ ആൽപ്സ് മൗണ്ടൻ കീഴടക്കി. Wow, it is nice. That's Alps Mountain. And here, goats. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ആൽപ്സ് മൗണ്ടനിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. തണുപ്പ് ഒരു -3 -4 ഒക്കെയാണ്. എന്തായാലും വലിയൊരു ഡ്രീമായിരുന്നു.